ഇതാ ഇത്രയൊക്കെ മുയിപ്പുണ്ട്. ഇത്രയേ വേണ്ടു. ഇനി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്ന മുയ്ത്തു പോകും, കുറേ കറിയുമായി. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ ഉച്ചക്ക് കറിക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒരു 3-4 പിന്നെ വഴുതനങ്ങ ഞാനിവിടുന്ന് പറിച്ചതാണ്. പിന്നെ വെണ്ടക്ക, പിന്നെ കുറച്ച് മുരിങ്ങക്കോല്, ഒരു ഉള്ളി, ഒരു വണ്ണമുള്ള ക്യാരറ്റ്, 2 തക്കാളി, 3-4 പച്ചമുളക്, ഇതെല്ലാം വെച്ചിട്ട് ഇന്നൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കിതെല്ലാം ഒന്ന് മുറിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് മുറിച്ച് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് വരാം. ഇതിപ്പോൾ കഷ്ണങ്ങളെല്ലാം വൃത്തി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, വഴുതനങ്ങ, പിന്നെ ഉള്ളി, പച്ചമുളക്, തക്കാളി, 2 തക്കാളി, വെണ്ടക്ക, മുരിങ്ങക്കോൽ. ഇനി നമുക്ക് ഒരു ഇച്ചിരി പരിപ്പും കൂടി ഇട്ടിട്ട് സാമ്പാർ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് സാമ്പാർ പൊടിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം. ഇവിടെ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കൽ. അപ്പോൾ കുറച്ച് പുഴുങ്ങലരി, കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, ഇനി മല്ലിയും മുളകും കൂടി അത് പൊടിച്ച് വെച്ചതായതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതും കൂടി ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് വറുത്ത് പൊടിച്ചിട്ട് വേണം നമുക്ക് സാമ്പാർ വെക്കാൻ. ഇതാ ആദ്യമായിട്ട് ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. ഉഴുന്നും പുഴുങ്ങലരിയും അതിന് ഏകദേശം രണ്ടിനും ഒരേ വറവാണ്. അതുകൊണ്ട് അത് രണ്ടും ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ ചട്ടിയിൽ കുരുമുളകും ചെറിയ ജീരകവും, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ മറന്നുപോയൊരു കാര്യം, കുറച്ച് പൊരിക്കടല. ഇതാ പൊരിക്കടല അല്ലെങ്കിൽ തൂരപ്പരിപ്പ് എന്ത് ഉപയോഗിക്കാം. ഞാനിവിടെ പൊരിക്കടലയാണ് ഞങ്ങൾ വെറുതെ തിന്നുന്ന പൊരിക്കടലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് പൊരിക്കടലയും കൂടി ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് നമുക്കിത് ഇതിലേക്ക് തന്നെ മൊത്തത്തിൽ ഒന്ന് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അത് ഫ്രൈ ആക്കുമ്പം വേറെ ഫ്രൈ ആക്കണമെന്നേ ഉള്ളൂ. പൊടിക്കുമ്പോൾ ഒന്നിച്ച് പൊടിച്ചാൽ മതി. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ അല്പം മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. മല്ലി അധികം കരിഞ്ഞു പോയില്ലെങ്കിൽ സാമ്പാറിനൊരു കറുപ്പ് നിറമായിരിക്കും. കുറച്ചൊരു ഫ്രൈ ആയതിന് ശേഷം പെട്ടെന്നൊന്ന് മാറ്റിക്കളയും. സാമ്പാർ പൊടി നല്ല നൈസായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഇതിൽ തന്നെ 2 പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ മല്ലി ചേർത്തിട്ടില്ല, മല്ലി വേറെയാണ് ചേർക്കുന്നത്. ഇത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു 2-3 ടീസ്പൂണ് തുവരപ്പരിപ്പ് കുറച്ചേ കൊണ്ടു. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ക്യാരറ്റ് മാത്രമാണ്. എന്താണെന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ എല്ലാം ഈ വെണ്ടയ്ക്കും വഴുതനങ്ങയും മുരിങ്ങക്കായെല്ലാം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാടെല്ലാം വെന്തടിഞ്ഞു പോകും. അതുകൊണ്ട് ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാ അല്പം ഉപ്പും ചേർത്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഉപ്പും ക്യാരറ്റും കുക്കറിൽ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ വാർന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അല്പം കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഈ കഷ്ണങ്ങളാക്കി വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടക്ക എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്താൽ അതിൻ്റെ മുഴുമുഴുപ്പും ഇതെല്ലാം അങ്ങ് പോയി കിട്ടും. ഒന്ന് എണ്ണയിലൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അത് വഴുതനങ്ങയാണ്. ഇത് ഞാൻ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ വഴുതനങ്ങ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒരു 5 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കുക. അവസാനമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് മുരിങ്ങക്കോലാണ്. ഇത് ഒന്നിച്ച് സാമ്പാറിൻ്റെ കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
അവസാനം സാമ്പാർ ചോറിന് സാമ്പാർ വിളമ്പുമ്പോൾ ഇത് മാത്രമേ ഉണ്ടാവും, ചവറ് മാത്രമേ ഉണ്ടാവും, മുരിങ്ങ ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുള്ളൊരു ചെറിയ വേവേ വേണ്ടു. കൂടുതലായി വിഷിലടിച്ച് കൊണ്ടുപോയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, പീസുകളൊന്നും ഉണ്ടാവില്ല സാമ്പാർ. അതിനായി ഇതുപോലെ വേറെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി കുറച്ച് പുളിവെള്ളമാണ്, ചെറിയൊരു ഉണ്ട എടുത്തിട്ടുള്ളൂ, അധികമായി പോകാൻ പാടില്ല. കുറച്ച് പുളിവെള്ളം, സാമ്പാറിന് പുളി ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ചേ ചേർക്കുക, നമ്മൾ പരിപ്പ് പോകാൻ വെക്കുമ്പോൾ ഉപ്പ് ചേർക്കണം, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞങ്ങൾ വറുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാൻ ഇവിടുന്ന് പൊടിച്ച് വെച്ച കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ മുളക് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ടീസ്പൂണ് എരിവൊന്നുമില്ലാത്ത മുളകാണ്, 1 ടീസ്പൂണ് മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേകാൻ വെക്കുക, ചെറിയൊരു സിമ്മിൽ വേകാൻ വെക്കുക. ഇതാ പരിപ്പും ക്യാരറ്റും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും വഴുതനങ്ങയും വെണ്ടയ്ക്കും മുരിങ്ങക്കോലും ഇതാ ഒന്നിനൊന്ന് തട്ടാണ്ട് ഒന്ന് അടിഞ്ഞു പോകാണ്ട് ഒരു നേരിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് പാർന്നു കൊടുക്കാം. എന്നിട്ട് കയ്യിലിട്ടിട്ട് കൂടുതലായിട്ട് ഇളക്കാൻ നിൽക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇതാ ഞാൻ തയ്യാറാക്കി വെച്ച സാമ്പാർ പൊടി നമുക്ക് വേണ്ട അളവിൽ ചേർത്ത് കൊടുക്കുക. ഇതാ 1 ടീസ്പൂൺ ഇട്ട്, അതതിൻ്റെ മുയിപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, മുഴുവനായിട്ട് ഇടണമെന്നില്ല. ഇത് 2 പ്രാവശ്യം ഉപയോഗിക്കാം. ഇതാ ഞാൻ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ ഇത്രയൊക്കെ മുയിപ്പുണ്ട്, ഇത്രേ വേണ്ടു. ഇനി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്ന മുയിത്ത് പോകും, കുറേ കറിയുമായി പോകും. അപ്പോൾ അനക്കും എൻ്റെ 2 കുട്ടികൾക്കും ഈ സാമ്പാർ ധാരാളം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതാ പൊടി ഇനിയും ഉണ്ട്, ഇനിയും 2 പ്രാവശ്യം സാമ്പാർ വെക്കേണ്ട പൊടിയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. നല്ല ഒന്നാം തരം അടിപൊളി സാമ്പാർ കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ സാമ്പാർ പൊടി ഒരു മണ്ണ് പോലെ ഉണ്ടാവും, നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി. അതുകൊണ്ട് നിങ്ങളാരും സാമ്പാർ പൊടി പീടികയിൽ നിന്ന് വാങ്ങാണ്ട് അവരവരെന്നെ ഉണ്ടാക്കുക, വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കുക. നമ്മളെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സാമ്പാർ പൊടി ഉണ്ടാക്കുക. നല്ല മണമോ അതിന്, ചെറിയ ജീരകമെല്ലാം ചേർക്കുന്നത് കൊണ്ട്. ഇനി ഇതിൽ കായം ചേർക്കും. ഇപ്പം എൻ്റെ അടുത്ത് കായയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. കായയില്ലാത്തത് കൊണ്ട് ചേർക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കായം കൂടി ചേർത്താൽ നല്ല ഒന്നാം തരം സാമ്പാർ കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. വീട്ടിൽ അവരവരെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് 2-3 നേരം കൂട്ടാം. എനിക്കിപ്പോൾ ഞാനും എൻ്റെ 2 ചെറിയ കുട്ടികളോ, അപ്പോൾ എനിക്കിത് 2-3 നേരത്തേക്ക് മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.